ഉത്തരകാശിയിൽ ഇരട്ട മേഘവിസ്ഫോടനം. ധരാലി ഗ്രാമത്തെ തുടച്ചു നീക്കി ഭീമൻ ജലപ്രവാഹം. 60 പേരെ കാണാതായതായി അധികൃതർ. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കരസേനയും NDRF-ഉം. കേരളത്തിലും മഴ കടുക്കുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊച്ചിയിലും തൃശൂരിലും വെള്ളക്കെട്ട്. തൃപ്പൂണിത്തുറ പേട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി അന്വേഷണ സംഘം. 7ാം ദിനത്തിലെ തെരച്ചിൽ 11ാം പോയിന്റിൽ. ധർമ്മസ്ഥലയിലെ ബംഗളക്കുന്നിൽ നിന്ന് ലഭിച്ചത് നിരവധി പേരുടെ അസ്ഥികൾ. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴയിലെ ആയിഷ തിരോധന കേസിൽ സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്ത് റോസമ്മയെ ചോദ്യം ചെയ്യും. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18ലൂടെ. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് DGP. അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ സെബാസ്റ്റ്യൻ. സിനിമാ രംഗത്ത് കത്തിപ്പടർന്ന് തർക്കങ്ങൾ. മെമ്മറി കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് മാല പാർവതി. കാർഡ് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നടിമാർ കോടതിയിലേക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസും കോടതിയിൽ. വിവാദ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണന് ശ്രീകുമാരൻ തമ്പിയുടെ പിന്തുണ. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ടത് സ്വന്തം കാലിന് പരിക്കേൽപ്പിച്ചതുപോലെയെന്ന് മോദി. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിൽ ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് പ്രിയങ്ക. ലയണൽ മെസ്സിയുടെ വരവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വിലപേശുന്നുവെന്ന് സ്പോൺസർമാർ. കരാർ പ്രകാരമുള്ള മുഴുവൻ തുകയും AFAക്ക് കൈമാറി. ടീം വരില്ലെന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണം. പുതിയ കരാർ ആവശ്യപ്പെടുന്നത് കരാർ ലംഘനമെന്ന് ആന്റോ അഗസ്റ്റിൻ. ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തെ തുടച്ചു നീക്കി. ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും. ഖീർഗംഗയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം പ്രദേശത്തെ നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും ഒലിപ്പിച്ചു കൊണ്ടുപോയി. 4 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക വിവരം. 60-ലധികം പേരെ കാണാതാകുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയും ദേശീയ ദുരന്ത നിവാരണ സേനയും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, രക്ഷപ്പെടുത്തിയവരുടെ എണ്ണം പുറത്തു വരുമ്പോഴും എത്ര പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്രയും വലിയൊരു ദുരന്തം. അപ്പോഴും സൈന്യവും ITBP സംഘങ്ങളും എല്ലാം സ്ഥലത്തെത്തുന്ന സാഹചര്യത്തിലും വീണ്ടും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അത് രക്ഷാപ്രവർത്തനത്തെ തന്നെ ദുർഘടമാക്കുന്ന ഒരു വലിയ വെല്ലുവിളി ഉയർത്തുകയാണോ? ഇപ്പോഴത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഇത്തരത്തിൽ ഖീർഗംഗയിലൂടെ ഒരു മിന്നൽ പ്രളയം ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തെ തകർത്ത് കളഞ്ഞത്. പൂർണ്ണമായും ആ ഗ്രാമം ഇല്ലാതായിരിക്കുന്നു. ഗ്രാമം ഇല്ലാതായി എന്നുള്ളത് മാത്രമല്ല, ആ ഗ്രാമത്തിലേക്കുള്ള വഴികളും പാലങ്ങളും എല്ലാം തകർത്തുകൊണ്ടാണ് ഈ ഖീർഗംഗയിലെ വെള്ളം ആ വഴി പാഞ്ഞു പോയത്. എന്തായാലും 250 മുതൽ 300 ആളുകൾ വരെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 20ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 100ഓളം പേരെ കാണാതായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത്. പ്രദേശത്ത് ഇന്ത്യൻ ആർമി
ആർമിയും ITBPയും NDRF സംഘങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഈ രക്ഷാപ്രവർത്തനം നടത്താൻ മഴ അവിടെ വലിയൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡും പാലങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സംഘാംഗങ്ങളെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു പരിധി കൂടി അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ ധരാലി മേഖലയിൽ മാത്രമല്ല സുഖി ടോപ്പ് എന്ന് പറയുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലും മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ മഴ എന്നുള്ളതിലുപരി വലിയ രീതിയിലുള്ള ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം. അത് വളരെ ആശ്വാസം നൽകുന്ന വിവരമാണ്. പക്ഷേ നമ്മൾ ധരാളിയിൽ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. നിരവധി ആളുകൾ ഈ ഒട്ടും മുന്നറിയിപ്പില്ലാതെ വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഖീർഗംഗ നദിയെ നമ്മൾ കണ്ടതാണ്. ആ നദിയിലൂടെ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ഒരു മിന്നൽ പ്രളയം ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തെ തുടച്ചു നീക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്തുള്ള ആളുകളെ പോലും രക്ഷിക്കാൻ വേണ്ടി അലറി വിളിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ആളുകളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് മലയാളികൾ. അതിനുശേഷം ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. വളരെ ആശങ്കപ്പെടുത്തുന്ന ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ തൊട്ടടുത്തുള്ള ഈ ധരാളി എന്ന് പറയുന്ന ഗ്രാമം ഹർഷിൽ എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ 5-10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശങ്ങൾ കിടക്കുന്നത്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ അപകടമുണ്ടായി, ഈ ദുരന്തമുണ്ടായി, മിന്നൽ പ്രളയമുണ്ടായി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യൻ ആർമിയുടെ സംഘങ്ങൾക്ക് ആ പ്രദേശത്ത് എത്താൻ കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 15 മുതൽ 20 ആളുകൾ വരെ ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 100 ആളുകളെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. എന്നാൽ 250 മുതൽ 300 ആളുകൾ വരെ ഈ ചെളിക്കുണ്ടിൽ പെട്ടുകിടപ്പുണ്ട്. അതിനകത്ത് ഈ കെട്ടിടാവശിഷ്ടങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത്. ഈ കനത്ത മഴ ഇന്നും നാളെയും ശക്തമായി തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ന് ഈ പ്രദേശത്ത് ഈ മേഘവിസ്ഫോടനം ഉണ്ടായ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മഴ ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലൊരു അതിശക്തമായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ ഈ ഖീർഗംഗ നദി ഒഴുകി വരുന്ന പ്രദേശത്ത് ആ നദിക്കരയിലൊക്കെ ആളുകൾ നിന്നിരുന്നതും ഈ പെട്ടെന്ന് കുത്തിയൊലിച്ച് ഒരു ജലപ്രവാഹം വരുന്നത് കണ്ട് ആളുകൾ ജീവരക്ഷാർത്ഥം ഓടുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷിക്കാതെ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മിന്നൽ പ്രളയമായി അത് മാറി ഒരു ധരാളി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തെ മൊത്തം തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഇന്ത്യൻ ആർമിയെയും ഇന്ത്യൻ എയർഫോഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലുകളും രക്ഷാപ്രവർത്തനവും നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പ്രദേശത്തേക്ക് വിട്ട് രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിയും ഇപ്പോൾ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന തുടങ്ങിയിട്ടുള്ള ITBP 3 സംഘം ITBP ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ളവർ ഈ പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നത് അവിടുത്തെ റോഡ് കണക്ടിവിറ്റി പൂർണ്ണമായും നശിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK സുധാംശു ആ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ റോഡും മറ്റ് പാലങ്ങളും എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത്. അതുപ്രകാരം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ അതേസമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഇന്ത്യൻ ആർമിയുടെ സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പാലങ്ങളും ബെയിലി പാലം അടക്കമുള്ള കെട്ടി ആളുകളെ മാറ്റി പാർപ്പിക്കാൻ എത്രയും വേഗം ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവിടെ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചോപ്പറുകൾ ഉപയോഗിച്ച് സേനാംഗങ്ങളെ എയർലിഫ്റ്റ് ചെയ്ത് അവിടുന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അപർണ, അഭിലാഷ്, റോഡുകൾ ഒലിച്ചു പോകുന്ന രംഗങ്ങൾ പുറത്തേക്ക് വരുന്നു. 50-ലേറെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ അടക്കം ഒലിച്ചു പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് ഇതിനൊരു ഡെത്ത് ടോൾ എന്ന് തന്നെ അറിയാൻ കഴിയാത്തൊരു സാഹചര്യം, മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങി കിടക്കുന്നു
നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ എവിടെ നിന്നെല്ലാം ഉള്ളവരാണ്, ഇതിന്റെ എന്തെങ്കിലും ഒരു കണക്കുകളുണ്ടോ? കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? നേരത്തെ ഈ നദിക്കരയിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് തന്നെ നദിക്കരയിലുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കാനായിട്ട് ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലൊരു പ്രളയമൊക്കെ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോഴും ഈ അപകടം ഉണ്ടാകുമ്പോഴും 300 മുതൽ 350 ആളുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപർണ ഇപ്പോൾ ചോദിച്ചത്. അവിടെ ഇത് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്കപ്പുറം സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും നിന്നുള്ള വിനോദസഞ്ചാരികൾ ആ പ്രദേശത്തുണ്ടോ എന്നുള്ളത്, ആ കാര്യത്തിലൊക്കെ ഒരു വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ, രാജ്യാന്തര ടൂറിസ്റ്റുകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ലഭിക്കുക. എന്തായാലും അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്ന ആളുകളെ രക്ഷിക്കുക, അവരെ രക്ഷിക്കാനായിട്ടുള്ള റോഡ് നിർമ്മിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകളിൽ അവിടെ ആരൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, എത്ര പേരുണ്ട്, അതിൽ സംസ്ഥാനത്ത് അകത്തുള്ളവരും പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളുണ്ടെങ്കിൽ അവരെ എല്ലാം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ബദ്രിനാഥ് നാഷണൽ ഹൈവേയിലുള്ള പ്രധാനപ്പെട്ട റോഡുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുഖി ടോപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്, അവിടെയും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി അടങ്ങുന്ന ഒരു വലിയ മേഖല മുഴുവൻ കനത്ത മഴയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഖീർഗംഗ എന്ന് പറയുന്ന ഇന്ന് ഉച്ച 1:45 വരെ വളരെ സമാധാനത്തോടെ, അതിൽ എത്രത്തോളമാണോ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിൽ നിന്ന് വളരെ താഴ്ന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഖീർഗംഗ ജലം 1:45 കൂടി കുത്തി ഒലിച്ച് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആ കാഴ്ച ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് അവിടെയുള്ള ആളുകൾ കണ്ടത് എന്നുള്ളത് നമ്മൾ ആ വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഉറ്റവരെ രക്ഷിക്കാനായിട്ടുള്ള അവരുടെ നിലവിളിയും മരണപ്പാച്ചിലുമെല്ലാം നമ്മൾ കാണുകയാണ്. വളരെ സങ്കടത്തോടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായി 100ഓളം പേരെങ്കിലും കണ്ടിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിലും എത്രയോ കൂടുതലാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്നുള്ളതാണ് അനൗദ്യോഗികമായി പുറത്തു വരുന്നത്. ആ പ്രദേശത്തെ ആളുകളുടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. നിരവധി ആടുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, വീടുകൾ ഒക്കെ ആ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനോപാധി കൃഷിയും ടൂറിസവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഹോം സ്റ്റേകളുണ്ട്, ഹോട്ടലുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവയെല്ലാം ഈ ഒരു മിന്നൽ പ്രളയത്തിൽ പൂർണ്ണമായി നശിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഈ തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങി. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയുള്ളൂ. നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ത്യൻ സേനയുടെ രക്ഷാദൗത്യത്തിൽ 15 മുതൽ 20 പേരെ വരെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ആശ്വാസം നൽകുന്ന വാർത്തയാണ്. മറ്റൊരു ആശ്വാസം നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് സുഖി ടോപ്പിൽ, വിനോദസഞ്ചാര കേന്ദ്രമായ സുഖി ടോപ്പിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ ആളുകൾക്ക് ആരും മരിച്ചിട്ടില്ല, ആളുകളെ കാണാതായിട്ടില്ല, അവിടെയുള്ള ആളുകൾ സുരക്ഷിതരാണ് എന്നുള്ള കമ്മീഷണറുടെ ഒരു പ്രഖ്യാപനം വരുന്നുണ്ട്. അത് വളരെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, നമ്മൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ കേരളം എത്രത്തോളം വേദനിച്ചതാണ്, രാജ്യം അതെങ്ങനെയാണ് കണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അത് നമുക്ക് കണ്ണീരോടെ മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയുള്ളൂ, പ്രാർത്ഥനയോടെ മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയുള്ളൂ. എത്രത്തോളം ആളുകളെ നമുക്ക് അവിടുന്ന് രക്ഷിക്കാൻ കഴിയും, പരമാവധി ആളുകളെ അവിടുന്ന് രക്ഷിച്ച് എത്രയും വേഗം ആ പ്രദേശത്തെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. കാരണം അത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അതീവ ഒരു പരിസ്ഥിതി ലോല മേഖലയുമാണ്, അതുപോലെ തന്നെ ടൂറിസം മേഖലയുമാണ്. ആ സ്ഥലത്ത് നിരവധി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ആ പ്രദേശത്തെ ആളുകളുടെ ജീവനോപാധി എന്ന് പറയുന്നത് തന്നെ ടൂറിസമാണ്. അവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്ന് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് അങ്ങനെ കിട്ടുന്ന വരുമാനമാണ് അവരുടെ ജീവിത മാർഗമെന്ന് പറയുന്നത്. ആ തരത്തിൽ ആളുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുമ്പോൾ അവരുടെ ജീവനോപാധി കൂടിയാണ് നഷ്ടമാകുന്നത്.
അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു സ്ഥലത്ത് നിന്ന് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തി അവർക്കൊരു പുതുജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ ഇപ്പോൾ എത്ര പേരാണ് അവിടെ അകപ്പെട്ടിരിക്കുന്നത്, മഴയ്ക്ക് മുമ്പ് ഇപ്പോൾ അവിടെ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് എത്ര പേരാണ് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്, ഇവിടെ ഈ സ്ഥലത്ത് എത്ര പേർ ഇപ്പോൾ ഉണ്ട്, അതിൽ നിന്ന് എത്ര പേർ രക്ഷപ്പെട്ടു എന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് കിട്ടുക. അപർണ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ITBPയുടെ 3 സംഘങ്ങളൊക്കെയാണ്, ഇന്ത്യൻ ടിബറ്റ് ബോർഡർ ഫോഴ്സിൻ്റെ 3 സംഘങ്ങളടക്കം അവിടെ ഉണ്ട്. NDRFും കരസേനയും എല്ലാം ശക്തമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോഴും കാലാവസ്ഥ മോശമാണ്, ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 തവണയാണ് മേഘസ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ, അതിൽ വീഴ്ച വരാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അടക്കം നേരിട്ട് വിളിച്ചാണ്, ഉത്തർപ്രദേശ് ഭരണകൂടവുമായി നേരിട്ട് വിളിച്ചാണ് ഈ കാര്യങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്യുന്നത്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യാപകമായ നാശങ്ങളുണ്ടായി. കണ്ണൂർ പയ്യാമ്പലത്ത് കടൽക്ഷോഭത്തിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഇടവിട്ട് ശക്തമായ മഴയാണ്. എറണാകുളത്ത് കല്ലൂർ, ഇടപ്പള്ളി ടോൾ, കളമശ്ശേരി, മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ കൊച്ചിയിലാകെ കനത്ത മഴയായിരുന്നു. തൃപ്പൂണിത്തുറ, പേട്ട, താമരശ്ശേരി, കരിന്തറ റോട്ടിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു. കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യാപക നഷ്ടമുണ്ടായി. വാണിയംകുളം, പുരയൂരിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ഭയാനകമായ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞിട്ടുമുണ്ട്. പ്രദേശത്ത് 3 വീടുകളുടെ മതിലിടിഞ്ഞ് വീണു. ഷൊർണൂരിൽ ഇറിഗേഷൻ ഓഫീസിനകത്ത് വെള്ളം കയറി. അട്ടപ്പാടി ചുരത്തിലും കനത്ത മഴയാണ്. മഴവെള്ളപ്പാച്ചിലും ശക്തമാണ്. കണ്ണൂർ പയ്യാമ്പലത്ത് ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം കടൽക്ഷോഭത്തിൽപ്പെട്ട് മറിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടവിട്ട് മഴയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുഴിച്ചെടുക്കാനുണ്ട് രഹസ്യങ്ങൾ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ 7ാം ദിനം 11ാം പോയിന്റിലാണ് തെരച്ചിൽ നടന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച ബംഗളക്കുന്ന് സമീപമാണ് ഈ പ്രദേശം. പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങൾ ബംഗളക്കുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. KV ബൈജുവിന്റെ റിപ്പോർട്ട്. 11ലും 12ലും പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 13ാം പോയിന്റിലാണ്. ഏറ്റവും ഒടുവിലത്തെ മാർക്ക് ചെയ്ത 13ാം പോയിന്റ്. ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ്
ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. പ്രധാനമായും നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13-ാം പോയിന്റ് ഉള്ളത്. 13-ാം പോയിന്റിലെ പരിശോധന നിർണായകമാകും. എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ കാര്യമായ വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SIT ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ ഈ വനത്തിനകത്ത് നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും 60ഓളം അസ്ഥികളും ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്, ഏത് രീതിയിലാണ് മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദഗ്ധ ഈ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ അറിയൂ. ഈ കാര്യത്തിൽ എന്തായാലും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും ഒപ്പം ചില വസ്തുക്കളും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഫോറൻസിക് പരിശോധന നടത്താൻ ബംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാലും ഈ ധർമ്മസ്ഥലയിലെ പ്രധാനമായും 13 പോയിന്റുകൾ മാർക്ക് ചെയ്ത് അത് പൂർത്തിയാകാൻ പോകുന്നു. ഇനി SITയുടെ നീക്കം എന്താണ്? അതാണെങ്കിൽ ഏറ്റവും പ്രധാനം 14-ഉം 15-ഉം ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റുകളിലാണ്. അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ കോടതി അനുമതിയോടുകൂടി മാത്രമേ പരിശോധിക്കൂ എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോടതി അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയാനുണ്ട്. മറ്റന്നാളോടുകൂടിയായിരിക്കും ഈ പ്രദേശങ്ങളിലുള്ള പരിശോധന. ഇതിനിടയിൽ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം അത് എത്തിക്കാനുള്ള ഒരു നീക്കവും SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താനാണ് ഈ SITയുടെ ശ്രമം. ഏതായാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഈ ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന മിക്കയിടങ്ങളിൽ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6-ാമത്തെ പോയിന്റിലും മാർക്ക് ചെയ്യാത്ത വനത്തിനകത്തെ ആ ഒരു സ്ഥലത്തൊന്നും ഇത് മാത്രമാണ് ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇന്നത്തെ പരിശോധനയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. ഇനി എന്താണ് SITയുടെ തുടർ നീക്കം? ഇതുവരെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SIT വ്യക്തമാക്കുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഇനി ചോദ്യമായി ഉയരുന്നുണ്ട്. അത് ഒരു പക്ഷേ DGP തലത്തിൽ ബംഗളൂരുവിലായിരിക്കും വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം പുറത്തുവിടുക. എന്നാലും ഈ SIT സംഘത്തെ വിപുലീകരിക്കാനുള്ള ഒരു ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ 20-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനത്തിനകത്ത് നിന്ന് കിട്ടിയ മൃതദേഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണവും SIT പരിധിയിൽ തന്നെയാണ്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ SIT വിപുലീകരിച്ച് അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആണ് ഇപ്പോൾ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണ് SITയുടെ തീരുമാനം. വരും ദിവസങ്ങളിലും അത്തരം നടപടികളുമായി SIT മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെയാണ്? ആലപ്പുഴയിലെ ആയിഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. വ്യത്യസ്ത മൊഴി നൽകിയതിനാലാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ആയിഷ തിരോധന കേസിലെ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെയാണ്. അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായി മറിച്ചു അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. ആയിഷ തിരോധാന കേസിൽ അന്വേഷണ സംഘമോ ആയിഷയുടെ മക്കളോ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം സ്ഥിരീകരിക്കാത്ത ഘട്ടത്തിലായിരുന്നു റോസമ്മയുടെ ന്യൂസ് 18നോടുള്ള നിർണായക തുറന്നു പറച്ചിൽ. സ്വന്തം പേരിൽ വാങ്ങിയ ഭൂമിയുടെ രജിസ്ട്രേഷന് തൊട്ടുമുമ്പുള്ള ദിവസമാണ് ആയിഷയെ കാണാതായതെന്ന് റോസമ്മ വ്യക്തമാക്കി. സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്ന പണം വാങ്ങാൻ പോയ ആയിഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അവർ തുറന്നു പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ആ പൈസ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. സെബാസ്റ്റ്യനായിട്ടുള്ള പണമിടപാടുണ്ടായിരുന്നു, അതും അറിയത്തില്ല. അവരാരോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. അതിപ്പം അങ്ങനെ ആയിരിക്കും അവർ തങ്ങളിലുള്ള ബന്ധം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം റോസമ്മയുടെ ശാസ്താംകവലയിലെ വീട്ടിലെത്തി വിവരങ്ങൾ തേടി. എന്നാൽ താനും ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് റോസമ്മ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ലെന്ന് ന്യൂസ് 18നോട് റോസമ്മ ആദ്യം വ്യക്തമാക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞാണ് ഉള്ളിൽ വരുന്നത്. ഐഷ കാണാതായതിനു ശേഷമാണ്. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞാൽ ആണല്ലോ. പക്ഷേ കാണാതായ പിന്നെ ഒത്തിരി കഴിഞ്ഞാൽ ആവശ്യം വരുന്നു. തുടർ സംസാരത്തിൽ ഐഷ തിരോധാനത്തിന് ശേഷവും സെബാസ്റ്റ്യനുമായി വിവാഹം കഴിച്ചു ജീവിക്കാൻ റോസമ്മ തയ്യാറായി എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം.
പക്ഷേ കാണാതായിട്ട് ഒത്തിരി കഴിഞ്ഞിട്ട് ആവശ്യം വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലറിയിക്കാം, അവർ വരട്ടെ, ഇത്രയും പേരുണ്ടല്ലോ, അവരറിയാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ വരട്ടെ എന്ന് പറഞ്ഞു. താൻ ഇല്ലാതിരുന്ന ദിവസം JCB ഉപയോഗിച്ച് സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്റെ പുരയിടം തെളിച്ചുവെന്ന് റോസമ്മ ആവർത്തിച്ചു പറയുന്നതിലും എന്തോ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം കോട്ടയം ക്രൈംബ്രാഞ്ച് വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലും ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തോട് മറ്റാരെങ്കിലും അസ്ഥികൾ ഇവിടെ കൊണ്ടിട്ടതാകാമെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. മാസങ്ങളായി താമസമില്ലാത്ത പുരയിടമാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ നൽകുന്ന വിശദീകരണം. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് പൊറോട്ടയും ബ്രെഡും ഉൾപ്പെടെയുള്ള ഭക്ഷണം ഇയാൾ ആവശ്യപ്പെട്ട് വാങ്ങിക്കഴിക്കുകയും ചെയ്തു. പ്രമേഹ രോഗത്തിലുള്ള ഇൻസുലിനായും ആവശ്യമുന്നയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സെബാസ്റ്റ്യനെ നാർക്കോ അനാലിസിസിന് പോലും വിധേയനാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഐഷ കേസുമായി ബന്ധപ്പെട്ട് റോസമ്മയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഇനിയുള്ള ശ്രമം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ചേർത്തല സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് DGP രവാഡ ചന്ദ്രശേഖർ. മറ്റ് ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലുണ്ടെന്നും DGP പറഞ്ഞു. നമ്മളിതിന് ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ് ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവുണക്കാൻ BJP. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ എന്നിവരെ ഇന്നലെ തന്നെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ജാമ്യം ലഭിച്ചതോടെ സഭയും അയഞ്ഞ നിലപാടിലാണ്. സഹായിക്കാനിറങ്ങിയ ഒടുവിൽ പ്രതിസന്ധിയിലായ അവസ്ഥയാണ് BJPക്ക്. ഒപ്പമുള്ള ഹിന്ദു സംഘടനകൾ എതിർക്കുന്നു എന്ന് മാത്രമല്ല, സഹായം ലഭിച്ച ക്രിസ്ത്യൻ സഭകളും ഇതുവരെയില്ലാത്ത പ്രതിഷേധമാണ് നടത്തിയത്. അകപ്പെട്ട വലിയ കുഴിയിൽ നിന്നും കരകയറാനാണ് ഇതോടെ BJPയുടെ ശ്രമം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ട നടപടിയിൽ ക്രൈസ്തവ സഭാ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ BJP തീരുമാനിച്ചത്. സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ക്ലീമിസ് കത്തോലിക്ക ബാവ എന്നിവരെ ഇന്നലെ നേരിട്ട് കണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം നടത്തി. സഭയുടെ സമരത്തിൽ SDPI ഉൾപ്പെടെ നുഴഞ്ഞുകയറിയെന്നാണ് BJPയുടെ ആരോപണം. 100% ഞാൻ പറഞ്ഞിട്ടുള്ള 9 സ്ഥലങ്ങളിൽ SDPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അവിടെ ഇത് സഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതല്ല. പർപ്പസ്ഫുള്ളി SDPയെ ഒരു രൂപതകളിൽ നിന്നും ഒരു സഭകളിൽ നിന്നും SDPയെ ഈ വിഷയത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞവരെ വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. പക്ഷെ ഇവർക്ക് അതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട്, ഉദ്ദേശമുണ്ട്. അതേസമയം BJPയുടെ പുതിയ നീക്കത്തെയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള പരിവാർ സംഘടനകൾ എതിർക്കുകയാണ്. പരിവാറിനുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യവും ഇതോടെ ഉയരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ കാര്യകർത്താവായിട്ടുള്ള ഡോക്ടർ സുരേന്ദ്ര ജെയിൻ വളരെ വ്യക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള ആള് ഈ ജയിലിൽ നിന്നിറങ്ങിയ കന്യാസ്ത്രീയെ സ്വീകരിക്കാൻ പോയ നടപടി തെറ്റാണെന്നും BJP ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെ നയം നിർബന്ധിത മതപരിവർത്തനത്തിനും ഒക്കെ തന്നെ എതിരാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ക്രൈസ്തവ സഭകൾ മൗനത്തിലായത് BJPക്ക് ആശ്വാസമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഭയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂസ് 18 കോട്ടയം. ന്യൂനപക്ഷ വേട്ടയ്ക്ക് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിന്തുണയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ BJPയുടെ അനുകൂല നിലപാട് സ്വീകരിക്കാൻ പല കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയം മാത്രമാണെന്ന് കരുതുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ വേട്ട നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട്, അങ്ങനെയാണല്ലോ കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ ഒന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ
അത് സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് അവരുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ താൻ പൂർണ്ണ യോഗ്യയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്ന് സാന്ദ്ര തോമസ് ആവർത്തിച്ചു. 2 സിനിമകൾ മാത്രമാണ് സാന്ദ്ര നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. ഇതിനെതിരെ എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും അതിനാൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. സംഘടനയുടെ കാടത്തവും ഗുണ്ടായുസവുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ കണ്ടതെന്നും തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഭരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. ഈ ഭരണാധികാരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 100% എന്റെ ഭാഗത്താണ് ശരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്. 100% എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗുണ്ടകളാണ് അസോസിയേഷൻ ഭരിക്കുന്നതെന്നും സാന്ദ്ര ആവർത്തിച്ചു. പത്രിക തള്ളിയതിനെ ചൊല്ലി വരണാധികാരിയും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റം നടന്നു. 3ാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലുള്ളതാണെന്നും അത് യോഗ്യതയെ പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു വരണാധികാരിയുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് പിന്തുണയുമായി നിർമ്മാതാവ് പ്രകാശ് ബാരെ. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് നിയമപരമല്ല. സ്വജന പക്ഷപാതത്തിനും അധിക്ഷേപത്തിനുമെതിരെ ശക്തമായ നിലപാടെടുത്ത സ്ത്രീയെ നിശബ്ദയാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും പ്രകാശ് ബാരെ FB പോസ്റ്റിൽ കുറിച്ചു. നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ. കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മാലാ പാർവതിയുടെ വിമർശനം ഉഷ ഹസീന തള്ളി. നടിമാരായ പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ ഹസീന എന്നിവരാണ് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. 2018 നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് കുക്കുവിന്റെ കൈവശമുണ്ടെന്നും അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പല താരങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം. അതിനാൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടിമാർ. നടൻ ബാബുരാജിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്ന നടിമാർ ഉയർത്തിയ ആരോപണം അമ്മയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രമാണെന്ന് മാലാ പാർവതി വിമർശിച്ചു. ഇപ്പോൾ നടക്കുന്നത് ബാബുരാജിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട പോസ്റ്റിൽ മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹം ജീവിതകാലം മരണം വരെ മറക്കില്ല എന്നൊരു ഭീഷണിയാണെന്ന് യൂട്യൂബർ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മളൊക്കെ പ്രശ്നത്തിലാണല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വൻ ഭീഷണി. അതിനുശേഷം നിരയായി ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുക. വൻ ഭീഷണിയാണ് നമുക്കൊക്കെ. അപ്പൊ അങ്ങനെ എന്തെല്ലാ പറയുന്നത്. ആരോപണം പൂർണ്ണമായും തള്ളി നടി ഉഷ ഹസീനയും രംഗത്തെത്തി. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, അത് തെറ്റായ ധാരണയാണ്. ഞാൻ ഇപ്പൊ തന്നെ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ വോയിസ് ഡിലീറ്റ് ചെയ്തു. കുക്കുവിന്റെ ഇലക്ഷൻ ഒക്കെയാണ് വരാൻ പോകുന്നത്. കുക്കു തന്നെ, നമ്മളിതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇലക്ഷൻ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കുക്കു, ഞാൻ അത് ചെയ്യാം, ഞാൻ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വോയിസ് ഡിലീറ്റ് ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ആര് ഇലക്ഷന് നിൽക്കുന്നു, ആര് വോട്ട് ചെയ്യണമെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലതാണോ പറഞ്ഞു കൊടുക്കാൻ? എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ന്യൂസ് 18 ചർച്ചയിലായിരുന്നു ഇരുവരുടെയും വാദപ്രതിവാദം. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങളിത് ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാം ഉഷ ഹസീനയുടെ പിന്നെ ആണ് അണിനിരക്കുന്നത്, അവർ നോക്കിക്കോളും കേസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉഷ ഹസീനയ്ക്ക്, ദിവ്യ അയ്യരുടെയും മറ്റേ ഇതൊക്കെ മാലാ പാർവതി എപ്പോഴാണ് ചെയ്തത്? ഈ ഇഷ്യൂ ഒക്കെ പിന്നെ ഇത് മീഡിയയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ മാലാ പാർവതി ഇതൊക്കെ പൊന്നമ്മ ബാബുവിനെ വിളിക്കുന്നത്. അറിയുന്നില്ല.
മാലാപാർവതി ഐസിയിൽ ഉണ്ടായിരുന്നപ്പോ കുക്കു പരമേശ്വരൻ ഇല്ലായിരുന്നു ഐസിയില്. അതേസമയം മത്സരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നടി കുക്കു പരമേശ്വരൻ. ന്യൂസ് 18 കൊച്ചി. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയെ അനുകൂലിച്ച് ശ്രീകുമാരൻ തമ്പി. സർക്കാർ സഹായത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾക്ക് 1.5 കോടി രൂപയുടെ മൂല്യം കാണാൻ കഴിഞ്ഞില്ല. 4 സിനിമകൾക്കും ആ മൂല്യം തോന്നിയില്ലെന്നും ഗായിക പുഷ്പവതിയെ അറിയില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. അത് ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെപ്പറ്റി എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പം 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അത് സിനിമയാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക. മലയാളിക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി. ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ കാണാനെത്തുന്ന പലരും അത്തരം രംഗങ്ങൾ കാണാൻ വരുന്നവരാണെന്നും ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു. ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവലിൽ വരുന്നുണ്ട്. അത് സത്യമാണ്. എന്തെങ്കിലും നിഷേധിക്കുന്നത്. കാരണം അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കരമായ ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഷമിക്കാനുള്ള ഇന്ത്യൻ സിനിമയിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത്തരക്കാരുടെ വരവില്ലെന്നാണോ? കുറവാണ്. അത്ര ലൈംഗിക ദാരിദ്ര്യം ഉള്ളവരാണ് മലയാളികൾ. സംശയമുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ സംസാരിച്ചത്. ഇത് ജനാധിപത്യത്തോടുള്ള നീതികേടാണെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. അല്ല, അതൊക്കെ കൃത്യമായിട്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അതിൻ്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അടൂരിന്റെ വിവാദ പരാമർശം പരിശോധിക്കുമെന്ന് മന്ത്രി OR കേളു. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവ് രാജ്യത്ത് നിലനിൽക്കുന്നു. അതിന് എരിവും പുളിയും ചേർക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ചില വേർതിരിവുകളും ചേർതിരിവുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തില് അതിനെ ഒരു എരിവും പുളിയും ചേർക്കുന്ന രീതിയിലാണ് ഇത്തരം പരാമർശങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാംസ്കാരിക രീതിക്ക് ഇത് ഗുണകരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം നിരാശാജനകവും അപലപനീയവുമാണെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. അടൂർ സ്വയം തിരുത്തണം. പിന്നോക്ക വിഭാഗങ്ങളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന പരാമർശത്തിൽ എതിർപ്പുണ്ടെന്നും ഫ്യൂഡൽ പൊതുബോധ കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുന്നതാണിതെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സദസ്സിൽ വെച്ച് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഗായിക പുഷ്പവതി അഭിനന്ദനം അർഹിക്കുന്നുവെന്നും KC ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ച് ക്രൈംബ്രാഞ്ച് സംഘം. അട്ടകുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഭാവഭേദങ്ങളൊന്നുമില്ലാതെയാണ് തട്ടിപ്പ് നടത്തിയ രീതി ഇവർ വിവരിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബുട്ടീക്കിൽ എത്തിച്ചാണ് മുൻ ജീവനക്കാരും
തട്ടിപ്പ് കേസിലെ പ്രതികളുമായ വിനീത, രാധാകുമാരി എന്നിവരുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയങ്ങൾക്ക് ഇടകൊടുക്കാതെ തട്ടിപ്പ് തുടർന്നതെങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് പ്രതികൾ വിശദീകരിച്ചത് ഇങ്ങനെ. ഐറ്റം ഈ ഓരോ ഐറ്റത്തിനും ബാർകോഡ് അങ്ങനെ ഉണ്ടാവും? ഒന്നുമില്ല. അതെങ്ങനെയാ പ്രൈസ് വെബ്സൈറ്റ് അവിടെ അയച്ചു തരും. ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതില് ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഇതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ജോലിക്ക് വരുന്നുണ്ടോ? ഇവർ രണ്ടുപേരല്ലേ കണ്ടിട്ടുണ്ടല്ലോ? പേരറിയോ? കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇപ്പൊ സ്ഥാനങ്ങൾ നോക്കാനായിട്ട് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ ഇരു പ്രതികളുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലായിരുന്നു. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരിപ്പിച്ചു. തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ട് സ്വന്തം കാലിന് പരിക്കേൽപ്പിച്ച പ്രതിപക്ഷത്തെ വേറെ എവിടെ കാണാനാകുമെന്നായിരുന്നു മോദിയുടെ പരിഹാസം. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന്റെ 6ാം വാർഷിക ദിനത്തിൽ ചേർന്ന യോഗത്തിൽ ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതും രാമക്ഷേത്ര നിർമ്മാണവും മോദി പരാമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ മോദിയെ പാർലമെന്ററി പാർട്ടി യോഗം അഭിനന്ദിച്ചു. കയ്യടികളോടെയാണ് യോഗത്തിനെത്തിയ പ്രധാനമന്ത്രിയെ MP-മാർ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ യോഗം പ്രമേയം പാസാക്കി. ചൈന പരാമർശത്തിലെ സുപ്രീം കോടതി വിമർശനത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. സൈന്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധി സേനയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും തെറ്റായ വ്യാഖ്യാനമാണ് നടക്കുന്നതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. Due respect to the honorable judges of the Supreme Court, they do not decide who a true Indian is, and it is the job of the opposition leader, it is his duty to ask questions to challenge the government. And my brother would never say anything against the army. He holds the army in the highest respect. So it is a misinterpretation of it. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ നീക്കം വിലപേശലാണോ എന്ന സംശയമുണ്ടെന്ന് സ്പോൺസർമാർ. പുതിയ കരാർ ആകാമെന്നത് പഴയ കരാറിന്റെ ലംഘനമാണ്. 2026 സെപ്റ്റംബറിൽ വരാമെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നും മെസ്സിയും അർജന്റീന ടീമും വരില്ലെന്ന് ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും പരിപാടിയുടെ സ്പോൺസർമാരായ RBCയുടെ MD ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിംഗ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇവരാണോ 1ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6ാം തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കും. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്ന്.
ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C. ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J. അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. C. സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയതിനെ ന്യായീകരിച്ച് KK ശൈലജ MLA. തന്റെ അറിവിൽ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെന്നാണ് പ്രതികരണം. അവർ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടില്ല, പക്ഷേ കോടതി വിധിയെ മാനിക്കുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. എൻ്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരെല്ലാം. കോടതി അവരെ ഈ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത് അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ല എന്നുള്ളതാണ്. കോടതി വിധിയെ മാനിക്കുന്നു. കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമ്പോഴാണ് രക്ഷപ്പെടാനോ രക്ഷപ്പെടാതിരിക്കാനോ ഒക്കെ കഴിയുന്നത്. സാഹചര്യ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായവരുടെ മൊഴിയും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി വിധി സാധാരണ വരിക. ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞീഷ്ണ മാഷ് അടക്കമുള്ള ആളുകൾ, രവീന്ദ്ര മാഷ് അടക്കമുള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു. ഒരാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞീഷ്ണ മാഷ് അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാനത്ത് സ്കൂളുകളിലെയും ആശുപത്രികളിലെയും ബലക്ഷയം വന്ന കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ദുരന്ത നിവാരണ വകുപ്പിനോടാണ് നിർദ്ദേശിച്ചത്. പൊളിച്ചു മാറ്റേണ്ടതും അറ്റകുറ്റപ്പണി നടത്തേണ്ടതും വേർതിരിച്ച് നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാൻ. പൊളിച്ചുമാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കാലപ്പഴക്കത്തെ തുടർന്നാണ് നടപടി. ഇതോടെ 300ഓളം വിദ്യാർത്ഥികളുടെ പഠനം സമീപത്തെ ഹാളിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ടാണ് ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി നോട്ടീസ് നൽകിയത്. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിന്റേതാണ് നടപടി. ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയപ്പോഴാണ് ഫിറ്റ്നസ് റദ്ദാക്കിയ വിവരം അറിയുന്നത്. ഇതോടെ കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കണമെന്നതിൽ ആശയക്കുഴപ്പമായി. പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതുവരെ വിദ്യാർത്ഥികളെല്ലാം മഴയത്ത് പുറത്തു നിൽക്കേണ്ടി വന്നു. പിന്നീടാണ് എല്ലാ ക്ലാസുകളിലെയും കുട്ടികളെ ഒരുമിച്ച് സ്കൂളിന്റെ ഹാളിലേക്ക് മാറ്റിയത്. 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആറന്മുള സർക്കാർ VHSS-ൽ. 19 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അതോടൊപ്പം ഈ 10ാം ക്ലാസ്സിലും +2-നും 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 15 വർഷമായിട്ട് 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. അതും പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. ചുരുക്കം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എങ്കിലും അത്രയും നല്ല പാരമ്പര്യമായിട്ട് പോകുന്ന ഒരു സ്കൂളിനാണ് പെട്ടെന്ന് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നതും അതോടൊപ്പം ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതാവുന്ന ഒരു നടപടിയാണ്, ഒരു മുന്നറിയിപ്പില്ലാതെ ഇപ്പോൾ ചെയ്തു വയ്ക്കുന്നത്. തേവലക്കര സ്കൂൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന കർശനമാക്കിയത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയമുണ്ട്. ഫിറ്റ്നസ് റദ്ദാക്കുമ്പോൾ പകരം സംവിധാനം അധികൃതർ കണ്ടെത്താത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണവും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പരീക്ഷ അടുത്ത സാഹചര്യത്തിൽ ഇനി എങ്ങനെ അധ്യയനം തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. ന്യൂസ് 18 പത്തനംതിട്ട. ക്ലാസ് മുറികളിലെ പിൻബെഞ്ച് ഒഴിവാക്കാൻ സർക്കാർ ആലോചന. വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് നീക്കം. ഇതിലൂടെ കുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി V. ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. 80-കാരി സരസമ്മയാണ് അയൽവാസിയായ ശശിധരൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് സംഭവം.
അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. 80-കാരിയായ സരസമ്മയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. അയൽവാസിയായ ശശിധരന്റെ ഭാര്യയെ സരസമ്മ അസഭ്യം പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്ത ശശിധരൻ വയോധികയെ മർദ്ദിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. വയോധികയെ വീട്ടിൽ കയറിയാണ് ശശിധരൻ മർദ്ദിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശശിധരനെ അറസ്റ്റ് ചെയ്തു. സരസമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്തുകൊന്ന കേസിൽ പ്രതിയായ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. അൻസിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 3 മരണം. കോട്ടയം പാല പ്രവിത്താനത്ത് സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് 2 പേരുടെ മരണം. മേലുകാവ് സ്വദേശിനി ധന്യ, അന്തിനാട് സ്വദേശിനി ജോമോൾ ബെന്നി എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. പാലക്കാട് മുണ്ടൂരിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ ഉപഭോക്താക്കൾക്ക് 12.62% വരെ മികച്ച നേട്ടം ലഭിക്കുന്ന ICL ഫിൻകോർപ്പിന്റെ പുതിയ NCD ഇഷ്യൂ 2025 ആരംഭിച്ചു. ക്രിസിൽ BBB സ്റ്റേബിൾ റേറ്റിംഗ് ഉള്ള ഈ NCD ഇഷ്യൂ 2025 ഓഗസ്റ്റ് 13 വരെ ലഭ്യമായിരിക്കും. ഒരു NCDക്ക് 1000 രൂപയാണ് മുഖവില. 10 സ്കീമുകളിലായി 10 ഓപ്ഷനുകളോടുകൂടി ഇഷ്യൂവിൽ 10.50% മുതൽ 12.00% വരെയാണ് പലിശ നിരക്ക്. ഏറ്റവും കുറഞ്ഞ അപേക്ഷാ തുക 10,000 രൂപയാണ്. മുൻ NCD ഇഷ്യൂകളെ പിന്തുണച്ചതിനും അവയെല്ലാം വിജയകരമായി ഓവർ സബ്സ്ക്രൈബിംഗ് വരെ എത്തിച്ചതിനും അതിന് പിന്നിലെ കാരണക്കാരായ നിക്ഷേപകരോട് ICL ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാറും ഹോൾ ടൈം ഡയറക്ടറും CEOയുമായ ഉമ അനിൽകുമാറും നന്ദി അറിയിച്ചു. ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടിയുമായി ഇന്ത്യ. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുവെന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ ആഞ്ഞടിച്ചു. ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ അമേരിക്കയുമായി പരസ്യപ്പോരിന് തയ്യാറാകുന്നത്. ഇന്ത്യയ്ക്ക് മേലുള്ള താരിഫ് ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യ മറിച്ചു വിൽക്കുന്നുവെന്നും യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഇതിനാണ് ചുട്ട മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ US പ്രോത്സാഹിപ്പിച്ചതാണെന്ന് ഇന്ത്യ തുറന്നടിച്ചു. ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇപ്പോഴും റഷ്യയുമായി കച്ചവടം തുടരുന്നുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തെളിവായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റും ഇന്ത്യ പുറത്തുവിട്ടു. 2024 മാത്രം യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ 67.5 ബില്യൺ യൂറോയുടെ വ്യാപാരം നടന്നു. 2023 17.2 ബില്യൺ യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. യൂറോപ്പിലെ LNG ഇറക്കുമതി 2024 16.5 ദശലക്ഷം ടണ്ണിലെത്തിയതും ഓർമ്മിപ്പിച്ചു. ഒപ്പം വളങ്ങൾ, മൈനിംഗ് ഉൽപ്പന്നങ്ങൾ, കെമിക്കലുകൾ, ഇരുമ്പ്, സ്റ്റീൽ, മെഷീനുകൾ, മറ്റ് ട്രാൻസ്പോർട്ട് ഉപകരണങ്ങൾ എന്നിവ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുവെന്ന് പ്രസ്താവനയിലുണ്ട്. അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, EV വ്യവസായത്തിനായുള്ള പലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയും ഇറക്കുമതി ചെയ്യാറുണ്ടെന്നും ഇന്ത്യ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ മാത്രം ആരോപണം ഉന്നയിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് മറുപടി. ദേശീയ താൽപര്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,370 രൂപ, പവന് 74,960 രൂപ.
18 ക്യാരറ്റ് ഗ്രാമിന് 7,745, പവന് 61,960 രൂപ. വെള്ളി ഗ്രാമിന് 123 രൂപ, കിലോയ്ക്ക് 1,23,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. പൂർണ്ണഭാഗം ലൈവ് at 6 ഇടവേളയ്ക്ക് ശേഷം ചേരും പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ. നമസ്കാരം.